وجلة أنهم إلى ربهم راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ വിഭാഗത്തെ പരിചയപ്പെടുത്തേ പ്രിയപ്പെട്ടവരെ. ഏതാണ് ആ വിഭാഗമെന്നറിയോ? അവര് നിസ്കരിക്കാറുണ്ട്, അവര് നോമ്പ് പിടിക്കാറുണ്ട്, അവര് മുഴുവൻ സൽക്കർമ്മങ്ങളും ചെയ്യാറുണ്ട്, റബ്ബിനെ ഭയന്നുകൊണ്ട് അവര് മുഴുവൻ കാര്യങ്ങളും ചെയ്യാറുണ്ട്. വഖുലൂബുഹും വജിലാ, ഇതൊക്കെ അവര് പ്രവർത്തിക്കുമെങ്കിലും അവരുടെ ഹൃദയം നിറച്ചും ഭയമാണെന്ന, അവരുടെ ഹൃദയം നിറച്ചും പേടിയാണ്. പെങ്ങളെ, എന്തിനാണ് അവര് പേടിക്കുന്നതെന്നറിയോ? എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ ദാനധർമ്മം അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ള ഭയമാണ് പ്രിയപ്പെട്ടവരെ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ആ റബ്ബിനെ കണ്ടുമുട്ടേണ്ട ദിവസത്തെ ആലോചിച്ചുകൊണ്ടോ അവരുടെ ഹൃദയം നിറച്ചും ഭയമാണെന്ന, അവരവസാന സമാധാനം നഷ്ടപ്പെട്ടവരെ പോലെ, സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടവരെ പോലെ, പാതിരാവിന്റെ നിശബ്ദതയിൽ പോലും റബ്ബിനെ കണ്ടുമുട്ടേണ്ട ദിവസത്തെ ആലോചിച്ചുകൊണ്ടോ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഭയം കാരണം അവർക്ക് ഉറങ്ങാൻ കഴിയൂല. അവസാനം ഉറങ്ങാൻ കഴിയാതെ പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉറങ്ങുമ്പോ, തന്റെ മക്കൾ ഉറങ്ങുമ്പോ സമാധാനം നഷ്ടപ്പെട്ടവരെ പോലെ അവരെ മുസല്ല വിരിക്കുകയാ. മുസല്ല വിരിച്ച് റബ്ബിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരയാൻ തുടങ്ങും. പൊട്ടിക്കരഞ്ഞ് അവസാനം നിലവിളിക്കുകയാ, എന്റെ നിസ്കാരം സ്വീകരിക്കണേ അല്ലാ, എന്റെ നോമ്പ് സ്വീകരിക്കണേ അല്ലാ, എന്റെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാ, എന്നെ നീ സ്വീകരിക്കണേ അല്ലാ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന തരത്തിൽ അവര് പൊട്ടിക്കരയുമ്പോ, അവര് പൊട്ടിക്കരഞ്ഞ് ഹൃദയം പൊട്ടിക്കിട്ടോ റബ്ബിന്റെ മുന്നിലെ പാതിരാത്രി ലോകമുറങ്ങുന്ന സമയത്ത് പോലും അവർക്ക് ഉറക്കം കിട്ടാതെ അവര് നിലവിളിക്കുകയാണ്. ഇത്തരത്തിലൊരു വിഭാഗത്തിനെ കുറിച്ചോ, ഇതേപോലെ റബ്ബിനെ ഭയന്നുകൊണ്ട് കരയുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ചോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ മുത്തുനബിയോട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുത്തുനബിയെ, ഇവരെന്തിനാണ് നബിയെ ഇങ്ങനെ കരയുന്നത്? ഇവരെന്തിനാണ് റസൂലുള്ളാഹി ഇങ്ങനെ നിലവിളിക്കുന്നത്? ഇവരെന്തിനാണ് നബിയെ ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്നത്? അവരുടെ ഹൃദയം അവരെന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയവരാണോ? അവര് വ്യഭിചരിച്ചവരാണോ റസൂലുള്ളാഹ്? ഇവര് കള്ള കുടിച്ചവരാണോ നബിയെ? ഇവര് മറ്റെന്തെങ്കിലും അധർമ്മങ്ങൾ പ്രവർത്തിച്ചു പോയവരാണോ റസൂലുള്ളാഹ് എന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയോടൊന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഇല്ല ആയിഷ, ഇവര് വ്യഭിചരിച്ചിട്ടില്ല ആയിഷ, ഇവര് കള്ള കുടിച്ചിട്ടില്ല ആയിഷ, ഇവരൊരു പെണ്ണിന്റെ മുഖത്ത് പോലും വൈകാരികമായി നോക്കിയിട്ടില്ല. പിന്നെന്തിനാണ് നബിയെ നിലവിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബിയോടൊന്ന് പറയുകയാ, വഹും യഖാഫൂൻ, എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ ദാനധർമ്മം അല്ലാഹു സ്വീകരിക്കുമോ എന്നോർത്തുകൊണ്ട് അവരുടെ ഹൃദയം നിറച്ചും ഭയമാണ് ആയിഷ. വഹും യഖാഫൂൻ, അവരുടെ ഹൃദയം നിറച്ചും ഭയമാണ് ആയിഷ. ആ ഭയം കാരണമാണ് അവർ കരഞ്ഞു പോകുന്നതെന്ന മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ മുത്തുനബി ഇവിടെ പറഞ്ഞു കൊടുക്കുമ്പോ